അതിനകത്തൊക്കെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആഴമുള്ള നിർവചനങ്ങളും ആഴമുള്ള ആശയങ്ങളാണ്. സ്നേഹിക്കാനായി വിളിച്ചു, സ്വയം ഹോമിക്കാനായി വിളിച്ചു എന്ന് പറയുമ്പോൾ 2 വിളിയാണ് വിവാഹ ഒരു വിളിയുടെ ജീവിതം. അങ്ങനെ ഒരു 16 വിളികളെ ചേർത്ത് വെച്ചിട്ട് അത് മതി ഒരു ക്ലാസ്സിന്. അങ്ങനെ ആശയത്തിനത്തിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തപസ്യയാണ്. അല്ല നമ്മൾ ഒരു ദിവസം എന്നാൽ ഒരു പാട്ടം എഴുതിയേക്കാൻ വിചാരിച്ച് എഴുതാൻ കിട്ടില്ല. നമ്മളിതിൻ്റെ ശാസ്ത്രീയമായ ഒരു വശമുണ്ട് എല്ലാത്തിനും. തെങ്ങ് കയറ്റക്കാരന് ഒരു ശാസ്ത്രമാണ്, ഡ്രൈവിങ് ചെയ്യുന്നവന് ഒരു ശാസ്ത്രമുണ്ട്, കവിത എഴുതുന്നവന് ഒരു ശാസ്ത്രമുണ്ട്. അതിനകത്ത് ചേരേണ്ട ചേരുവകളെ ചേർക്കണം, അല്ലാതെ അവിടെ നിന്ന് ഇവിടുത്തെ വാരി വലിച്ചിട്ട് അതൊന്നും ചെയ്യാതെ. അപ്പോൾ ഈ ശാസ്ത്രീയത എന്ന് പറയുന്നത് കാവ്യാത്മകത എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിനോട് ചേർന്ന് സയൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് നോളജ് എന്ന് പറയുന്ന സയൻസ്, അതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോളജ്, അറിവ് ചേർന്ന് അത് നമുക്ക് പറയാം, ഡിഫൈൻ ചെയ്യാൻ പറ്റും.